ഇല്ല മറുപടി ഒന്നും. സാർ, ഇന്നലെ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് നൽകിയപ്പോൾ പ്രതിപക്ഷം കരുതിയത് സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി തന്നെ ഈ നോട്ടീസ് ചർച്ച ചെയ്യണം, അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്ന നിലപാടെടുത്തു. ശേഷം ഈ സഭയിൽ കണ്ടത് എന്താണ് എന്ന് ആവർത്തിച്ച് ഞാൻ സമയം കളയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും കണ്ടതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. സ്വന്തം അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് കൊടുത്ത ശേഷം ബഹളമുണ്ടാക്കി സഭ നിർത്തിവെപ്പിച്ച് തങ്ങൾ കൊടുത്ത നോട്ടീസിന് അതിനോടൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ ഇന്നലെ പ്രതിപക്ഷം പോയത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ജാള്യവും ക്ഷീണവും തീർക്കാൻ ഇന്ന് വീണ്ടും ഒരു നോട്ടീസായിട്ട് വരികയല്ലാതെ വേറൊരു മാർഗവും പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ അതേ ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞു ഇത് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണം എന്നത്. സാർ, ഈ സർക്കാരിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ, ഒന്നും മറയ്ക്കാനില്ല എന്ന ആത്മവിശ്വാസത്തിൻ്റെ നിദർശനമാണ് നാം ഇന്നലെയും ഇന്നും കണ്ടത്. ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്ന് തന്നെ ഞങ്ങൾ സർക്കാർ തീരുമാനിച്ചതിൻ്റെ കാരണം കേരളത്തിൽ ഒരു വലിയ യുദ്ധം ഇടതുപക്ഷത്തിനെതിരായും ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനുമെതിരായും പുറത്തഴിച്ചു വിട്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ തീവ്ര ഇടതുപക്ഷം മുതൽ തീവ്ര വലതുപക്ഷം വരെ ഉള്ള രാഷ്ട്രീയ ശക്തികൾ, വർഗീയ ശക്തികളുണ്ട്. അവർ മാത്രമല്ല അതിലുള്ളത്. അവർക്ക് പിൻബലമൊരുക്കിക്കൊണ്ട് കേരളത്തിലെ മാധ്യമ ശൃംഖലയാകെ അണിനിരന്നിട്ടുണ്ട്. സാർ, ഈ യുദ്ധത്തിന് നേരത്തെയും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വലിയ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ഞങ്ങളോളം ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ആരും ഉണ്ടാവില്ല. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ കാലത്ത് തൂക്കിലേറ്റപ്പെട്ടവരുണ്ട്. മഠത്തിലപ്പവും ചിരുവണ്ടനും അബൂബക്കറും കുഞ്ഞമ്പു നായരുമെല്ലാം തൂക്കിലേറ്റപ്പെട്ടവരാണ്. സർദാർ ഗോപാലകൃഷ്ണൻ തടവറയിൽ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടവനാണ്. മണ്ടോടിക്കണ്ണനെ ലോക്കപ്പിൽ ഇടിച്ചു കൊന്നത് ഈ കേരളത്തിന്റെ ചരിത്രമാണ്. 218 CPIM-ന്റെ പ്രവർത്തകരാണ് സാർ കേരളത്തിൽ RSSന്റെ കൊലക്കത്തിക്കിരയായി രക്തസാക്ഷികളായി മാറിയിട്ടുള്ളത്. 218 CPIM പ്രവർത്തകർ. ആക്രമണങ്ങൾ സാർ, പ്ലീസ് കേൾക്ക്. വിൻസെന്റ് അങ്ങേ കമന്റ് വിൻസെന്റ് പറഞ്ഞു കൊടുക്കും. ഞാൻ ഉണ്ടായിട്ടില്ല. അങ്ങ് സംസാരിച്ചോ സാർ. 218 CPIM-ന്റെ പ്രവർത്തകരെ RSS കൊലപ്പെടുത്തിയിട്ടുണ്ട്. വിമോചന സമരകാലത്ത് കുറുവടിപ്പടയുണ്ടാക്കിയിട്ട് ഇവരടങ്ങുന്ന സംഘം ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ മാത്രമല്ല, മൊയാരത്ത് ശങ്കരനെ തല്ലിക്കൊന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള നേതാവാണ് മൊയാരത്ത് ശങ്കരൻ. സാർ, ഈ ആക്രമണങ്ങളെല്ലാം ഞങ്ങൾക്ക് നേരെ വന്നിട്ടുള്ളത്, ആ ആക്രമണങ്ങളെല്ലാം ആയുധം കൊണ്ടുള്ള ആക്രമണമായിരുന്നു. അവിടെ കത്തിയും തോക്കുമെല്ലാം ഞങ്ങൾക്ക് നേരെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അസത്യങ്ങൾ ആയുധമായി വർഷിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനുമെതിരെ കേരളത്തിൽ വിപുലമായൊരു യുദ്ധസന്നാഹം ഒരുക്കിയിരിക്കുന്നത്. അസത്യങ്ങൾ അനുദിനമെന്നല്ല അനുനിമിഷം ബോംബുകൾ പോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അസത്യവർഷത്തെ നേരിടാനാണ് ഗവൺമെന്റ് ഇന്നലെയും പറഞ്ഞത് ചർച്ചയാവാമെന്ന്, ഇന്നും ചർച്ചയാവാം എന്ന് പറയുന്നത്. ആ അസത്യത്തെ വസ്തുതകൾ കൊണ്ട്, സത്യങ്ങൾ കൊണ്ട് ഈ സഭാതലത്തിൽ നേരിടാം എന്ന ഞങ്ങളുടെ ആത്മവിശ്വാസം, ആർജവം, അതാണ് ഞങ്ങളെ ഈ ചർച്ചയ്ക്ക്, അടിയന്തര പ്രമേയത്തിന്റെ ചർച്ചയ്ക്ക് നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്.
ഞാനിവിടെ ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനൊന്നും മുതിരുന്നില്ല. വസ്തുതകൾ ഞങ്ങൾക്ക് പറഞ്ഞാലും തീരാത്തത്രയുണ്ട്.